ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ ദൈവസ്നേഹമേ
സങ്കീർത്തനങ്ങൾ 31:10 എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അകൃത്യം ബലം ചോർത്തിക്കളയുന്നതാണ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ സകല പരാജയങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും കാരണം ക്ഷീണമാണ്. ഒരുവനിൽ പല നിലവാരത്തിൽ ക്ഷീണം ബാധിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായ ക്ഷീണം, ശാരീരികമായ ക്ഷീണം, ആത്മീയമായ ക്ഷീണം, ഭൗതികമായ ക്ഷീണം എന്നിങ്ങനെ പല നിലയിൽ മനുഷ്യൻ ക്ഷീണിക്കാറുണ്ട്. ഇതിനൊക്കെ നിരവധി കാരണങ്ങളും കണ്ടെത്തുവാൻ കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത് ആത്മീയമായ ക്ഷീണത്തെയാണ്. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. ആത്മീയ ക്ഷീണം ബാധിച്ചാൽ അത് പിന്നത്തേതിൽ ഒരുവനെ മാനസിക ക്ഷീണാവസ്ഥയിലേക്കും തുടർന്ന് ശാരീരിക ക്ഷീണാവസ്ഥയിലേക്കും അവനെ തള്ളിവിടുന്നു. ക്ഷീണം വന്നു ഭവിച്ചാൽ അത് കാര്യമായി എടുക്കാതെ അത് അവഗണിച്ചാൽ ആ ക്ഷീണിതാവസ്ഥ ഒരുവനെ അവൻ്റെ തകർച്ചയിലേക്ക് നയിക്കുവാനിടയാകും. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ശാരീരിക ക്ഷീണം ഉണ്ടായാലും ഒരിക്കലും ആത്മീയമായി നാം ക്ഷീണിക്കുവാൻ പാടില്ല. ആത്മീയ ക്ഷീണത്തിലേക്ക് നയിക്കുന്ന ഏത് കാര്യത്തെയും കാരണത്തെയും പ്രിയരെ നാം ഒഴിവാക്കുകയും അതിനെ കണ്ടെത്തി അത് തകർത്ത് കളയുകയും വേണം. ദൈവഭക്തന്മാരായ ശിഷ്യഗണങ്ങളുടെ ശരീരത്തിന് ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ആത്മീയമായി അവർ ക്ഷീണിതരായിരുന്നില്ല. അവർ ആത്മാവിൽ ബലപ്പെട്ടിരുന്നു എന്ന് വചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മീയ ക്ഷീണം ഉണ്ടാകുവാനും വ്യത്യസ്ത കാരണങ്ങൾ തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അകൃത്യം നിമിത്തമാണ്. തുടർന്ന് മറ്റു ചില കാരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആത്മാർത്ഥതയില്ലാത്ത കൂട്ടായ്മ ബന്ധങ്ങൾ, വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങൾ, ആത്മാർത്ഥതയില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ, ഭയം, ബലഹീനത, ദർശനമില്ലായ്മ തുടങ്ങി നിരവധി കാരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദൈവപൈതൽ ആത്മാവിൽ ബലം പ്രാപിച്ച ഒരു വ്യക്തി എപ്പോഴും 3 ശക്തികളോട് പോരാടിക്കൊണ്ട് തൻ്റെ പോർക്കളത്തിൽ നിൽക്കേണ്ടവനാണ്. പോർക്കളത്തിൽ നിൽക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുവാൻ ഇടയാകരുത്, അലസതയുള്ളവനായി തീരുകയും അരുത്. അവൻ ലോകം, ജഡം, പിശാച് എന്നിങ്ങനെ 3 ശക്തികളോട് എപ്പോഴും എതിർത്തു നിൽക്കുവാൻ ഇടയായിത്തീരുന്നവനാണ്. ഈ 3 ശക്തികളും എപ്പോഴും ഒരു ഭക്തനോട് പോരാടിക്കൊണ്ടിരിക്കും. നാം ഇവയോട് പോരാടിക്കൊണ്ട് എതിർത്ത് നിൽക്കുന്നില്ലെങ്കിൽ നാമും ക്ഷീണിച്ചു പോകുവാൻ ഇടയാകും. പലർക്കും സംശയം തോന്നാൻ ഇടയുള്ള ഒരു കാര്യമാണ്, സദാസമയവും ഈ 3 ശക്തികളോടും എതിർത്തു നിൽക്കുമ്പോൾ ബലം ചോർന്നു പോകില്ലേ, തൽഫലമായി ക്ഷീണിച്ചു പോകില്ലേ എന്നുള്ളതാണ്. ശാരീരികമായി സദാസമയവും പോരാടിക്കൊണ്ട് ഒരുവൻ നിന്നാൽ നിശ്ചയമായും ശാരീരികമായി ക്ഷീണിക്കുകയും തളർന്നു വീഴുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ശാരീരിക എതിർത്തുനിൽപ്പല്ല, ആത്മീയമായി ആത്മാവിലുള്ള എതിർത്തുനിൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ശത്രുവിനോട് അല്ലെങ്കിൽ ലോകം, ജഡം, പിശാച് എന്ന ത്രിവിധ ശക്തികളോട് ആത്മാവിൽ ഒരു ഭക്തൻ എതിർത്തു നിൽക്കുമ്പോൾ അവൻ ക്ഷീണിതനാകുകയല്ല, അവൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയരെ, എതിർത്തു നിൽക്കുന്ന നമ്മുടെ ബലം ചോർന്ന് നാം ഓടിപ്പോകുമെന്നല്ല അവിടെ പറയുന്നത്, മറിച്ച് ശത്രു, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രു ഓടിപ്പോകും എന്നുള്ളതാണ് അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവപൈതൽ ശത്രുവിനോട് എതിർത്തു നിൽപ്പാൻ
ശക്തനാകുന്നത് അവൻ അകൃത്യം ഇല്ലാത്തവനായി തീരുമ്പോഴാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ലംഘനം, പാപം, അകൃത്യം എന്നീ പദങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധേയമായ പദങ്ങളാണ്. ഭക്തനെ ക്ഷീണിപ്പിക്കുവാൻ പോകുന്ന വലിയ വിഷയങ്ങളാണ്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്താൽ അത് ലംഘനം. ദൈവം ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ അത് പാപം. ദൈവം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ വഴി വിട്ട് സ്വന്തം വഴിയിൽ ചെയ്താൽ അത് അകൃത്യം. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഏറെ ശ്രദ്ധേയം. എൻ്റെ അകൃത്യം നിമിത്തമാണ് എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നത്. ആത്മീയവും ശാരീരികവുമായ ക്ഷീണത ഉളവാകുന്ന മാരകമായ ഒരു വിഷം ആണ് അകൃത്യം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നാം ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഹിതപ്രകാരം തന്നെ, അവൻ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയുടെ വഴിയിൽ കൂടി തന്നെ, ആ രീതിയിൽ കൂടി തന്നെ നിവർത്തിക്കുക. അല്ലാഞ്ഞാൽ അത് ദൈവദൃഷ്ടിയിൽ അകൃത്യമായി കണക്കാക്കപ്പെടും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. കൂടപ്പുറപ്പുകളെ, നമ്മിൽ അകൃത്യമുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കുക. ഉണ്ടെങ്കിൽ അകൃത്യത്തെ നമ്മിൽ നിന്നും പുറത്താക്കി ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെടുക. ത്രിവിധ പോരാട്ട ശക്തികളോട് നിരന്തരം എതിർത്ത് നിൽക്കുക. ബലം വർദ്ധിപ്പിക്കുക. നമ്മുടെ അസ്ഥികളിലേക്ക് ആ ബലം വ്യാപരിക്കുവാനും നമ്മിൽ ജീവൻ വ്യാപരിക്കുവാനും ഇടയാകും. നാം കുഴഞ്ഞു പോകരുത്. നാം കർത്താവിൻ്റെ പ്രിയ മക്കളായി ജീവിതം നയിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തന്നെ നിൽക്കുവാൻ ശ്രമിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ നൽകിത്തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ദൈവകൃപ കൊണ്ട് പരിപാലിക്കണമേ. കർത്താവേ, അകൃത്യം ജീവിതത്തിൽ സംഭവിക്കാതെ ബലം നിലനിർത്തുന്നവരായി, ബലം കൈവരിക്കുന്നവരായി ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. ആരുടെയും ബലം ചോർന്നു പോകുവാൻ സമ്മതിക്കരുത്. ദൈവഭയത്തോടെ, ദൈവാശ്രയത്തോടെ ഓരോരുത്തരും ഇന്ന് പകലത്തെ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെടാൻ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഓരോരുത്തർക്കും അതിനിടയാകും. മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഇത്രത്തോളം